സഞ്ചാരത്തിന്റെ കഥകൾ എഴുതിയ മുഹമ്മദ് അസദ് മരുഭൂമിയുടെ വന്യതയും തീക്ഷ്ണതയും ആഴമേറിയ അനുഭവങ്ങളാൽ വിവരിക്കുന്നുണ്ട് മക്കയിലേക്കുള്ള പാതയിൽ. അറേബ്യൻ മണലാരണ്യത്തിൽ സ്വർണ്ണ പകിട്ടായ ഒരു രാജ്യം പിറവി കൊണ്ട കഥയാണ് UAEയുടേത്. ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ എന്ന ക്രാന്തദർശിയായ ഒരു രാഷ്ട്രനായകൻ പലതായി ചിതറിയ എമിറേറ്റുകളെ ചേർത്ത് വെച്ച് ഒരു ഐക്യ അറബ് രാഷ്ട്രം കെട്ടിപ്പടുത്തതിൻ്റെ ആവേശകരമായ ഒരു അധ്യായമാണത്. മത്സ്യബന്ധനവും കൃഷിയും പ്രധാന വരുമാന മാർഗങ്ങളായിരുന്ന ഒരു ജനത സാങ്കേതിക മികവിന്റെ ഔന്നത്യത്തിൽ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി തീർന്ന ചരിത്രം കൂടിയാണത്. ഇന്ന് UAE പിറവിയുടെ 53ാമത് ദേശീയ ദിനാഘോഷം കൊണ്ടാടുന്നു. എങ്ങും ഉത്സവഛായ നിറഞ്ഞ അന്തരീക്ഷം. ഒരു കൊച്ചു രാജ്യം ലോകത്തിന്റെ ശ്രദ്ധാബിന്ദുവായി മാറിയ അത്ഭുതത്തിന് മറ്റനേകം മാതൃകകൾ വേറെയില്ല. സമാധാനപരമായ ജീവിതം, മികച്ച തൊഴിലിടങ്ങൾ, ലോകരാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന രാജ്യാന്തര സംവിധാനങ്ങൾ, ജനക്ഷേമം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ, എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുന്ന വിശാല മനസ്കത, മാനവിക മൂല്യങ്ങൾക്കും നീതിക്കും മുൻഗണന, ദുർബല ജനവിഭാഗങ്ങളോടുള്ള മമത. UAE ലോകരാജ്യത്തിന്റെ നെറുകയിൽ വിരാജിക്കുന്നതിന്റെ കാരണങ്ങൾ വേറെ തേടിപ്പോകേണ്ടതില്ല. ദീർഘദർശിത്വമാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ മികവ്. UAEക്കൊപ്പം ഇന്ത്യൻ സമൂഹവും വിശിഷ്യ മലയാളികളും പ്രവാസത്തിന്റെ സുവർണ ശോഭയുള്ള 50 ആണ്ടുകൾ പിന്നിടുകയാണ്. പരമ്പരാഗത തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് മാറി കടൽ കടന്ന് ജീവിതോപാധി തേടി നാടിന്റെ സാംസ്കാരിക ചിത്രം തന്നെ മാറ്റിയെടുത്ത കഥയാണ് അത്. ഉരുവിലും പായക്കപ്പലിലും ആഴ്ചകളോളം കടൽക്കാറ്റേറ്റ് യാത്ര ചെയ്തവരുടെ കഥകൾ ഇപ്പോൾ പഴങ്കഥയായി. കോർഫുഖാൻ കടൽ തീരത്ത് നങ്കൂരമിടുന്നതിന് മുമ്പേ അക്കാലത്ത് വന്നവരിൽ പലരും പൊലിഞ്ഞുപോയി. അതിജീവിച്ചവർ കഠിനമായ സാഹചര്യങ്ങളിൽ തങ്ങളുടെ സ്വപ്ന ലോകം പണിയാൻ പണിയെടുത്തു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്ന പോലെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ഇന്ന് UAE. ഏതാണ്ട് 2.5 മില്യണിലേറെ വരുന്ന ജനസഞ്ചയം. കേരളത്തിന്റെ വികസനവും സാമൂഹ്യ പുരോഗതിയും നവോത്ഥാനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അമ്പരചുംബികളായ കെട്ടിടങ്ങളുമെല്ലാം നാടുവിട്ട മലയാളിയുടെ കൂടി ചോര നീരാക്കിയുണ്ടായതാണ്. അവരുടെ വിയർപ്പിന്റെ ഗന്ധമില്ലാത്ത ഒരു സൗധവും, അത് ആരാധനാലയങ്ങളായാലും ആതുരാലയങ്ങളായാലും നാട്ടിൽ ഉയർന്നിട്ടില്ല. ഊഷ്മളമായ അറബ് ഇന്ത്യ ബന്ധത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം ഇന്ത്യൻ പ്രവാസികൾക്കും വിശിഷ്യ മലയാളികൾക്കും ഗൾഫിൽ മികച്ച അവസരങ്ങളും സാധ്യതകളും കണ്ടെത്തുന്നതിന് സഹായകമായി. മരുഭൂമിയുടെ ഊഷരതയിൽ നിന്ന് അവർ കഠിനാധ്വാനത്തിലൂടെ മറ്റൊരു ലോകം പണിതു. അവരിൽ നിന്ന് ലോകം ശ്രദ്ധിക്കുന്ന സംരംഭകരുണ്ടായി. പ്രവാസത്തിന്റെ പുതുതലമുറയിൽ നിന്ന് പിന്നെയും പിന്നെയും വലിയ ബ്രാൻഡുകളും വൻകിട വ്യവസായികളും വളർന്നു വന്നു. മലയാളി ഈ നാടിന്റെ സാമൂഹ്യ വാണിജ്യ ചരിത്രത്തിൽ ലയിച്ചു ചേർന്നു. UAEക്കൊപ്പം സഞ്ചരിച്ച 50 ആണ്ടിന്റെ മനോഹര ചരിത്രമാണ് ദുബായ് KMCCയുടേത്. തങ്കലിപികളാൽ എഴുതിവെച്ച ആയിരക്കണക്കിന് മികച്ച സേവനങ്ങളുടെ ചരിത്രമാണത്. ലോകം വിറങ്ങലിച്ച നാളുകളിൽ ഭരണകൂടത്തിനൊപ്പം നിന്ന് നേടിയത് ഏറ്റവും മികച്ച വിദേശ സന്നദ്ധ സംഘടന എന്ന മേൽവിലാസം. ലോകം ദുബായ് KMCCയെ ഹൃദയത്തിലേറ്റിയ നാളുകൾ. അഭിമാനപൂർവ്വം ഞങ്ങൾ ആഘോഷിക്കുന്നു പോറ്റമ്മ നാടിന്റെ ദേശീയ ദിനം.